ഡി അവളെ വെറുതെ കുഴിയിൽ ചാടിക്കല്ലേ. എൻ്റെ മോൻ്റെ ഭാര്യയാണ്. അവർ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ആൻസിത്ത പറഞ്ഞു. എൻ്റെ ഇത്ത, ജോണിനും ഷംനയ്ക്കും ഒരവസരം കൊടുത്തൂടെ? പാവം പെണ്ണാണ്. നിങ്ങളുടെ മോന് അവൾക്ക് കാര്യമായി ഒന്നും കൊടുക്കുന്നില്ല. ആലീസ് ആൻറ്റി പറഞ്ഞു. ആ അത് പിന്നെ ആ റൂമിൽ കിടക്കുന്ന മനുഷ്യൻ്റെ മോനല്ലേ. മത്തം കുത്തിയ പിന്നെ കുമ്പളം മുളക്കില്ലല്ലോ. അതും പറഞ്ഞ് ഇത്തയും ആലീസും ചിരിച്ചു. ഇനി എന്തിനാ ഇത്ത നിങ്ങൾ ഷംനയോട് എല്ലാം മറച്ചു വെക്കുന്നത്? നമുക്ക് ഒരുമിച്ച് നിന്നൂടെ ഇനി? അത് ആലീസ്, എനിക്കെന്തോ ഒരു ചമ്മൽ. ഞാൻ എങ്ങനെയാ അവളുടെ മുന്നിൽ? എൻ്റെ മോനോട് ഞാൻ ചെയ്യുന്ന ചതിയല്ലേ അത്? അത് ഞാൻ ഏറ്റിത്ത. അവൾ വരട്ടെ. ഇപ്പോൾ തന്നെ ആ ചമ്മൽ ഞാൻ മാറ്റിത്തരാം. കാര്യങ്ങൾക്കൊക്കെ ഒരു തീർപ്പാക്കാം, ആലീസ് പറഞ്ഞു. ഇത്ത എതിരൊന്നും പറയാതെ ആയപ്പോൾ ആലീസ് സന്തോഷം കൊണ്ട് പുറത്ത് കാണിക്കാതെ തുള്ളിച്ചാടി. അൻവറിനോടുള്ള പകയുടെ വിജയത്തിൻ്റെ അവസാന വാതിലും തുറന്നതിൻ്റെ ആഹ്ലാദമായിരുന്നു ആലീസിൽ. ഫ്രഷായി വസ്ത്രമെടുത്ത് താഴേക്ക് വന്ന ഷംന ആലീസിനോട് എന്തോ പറയാനൊരുങ്ങി അടുക്കളയിലേക്ക് കയറുമ്പോൾ അവിടെ നിൽക്കുന്ന ഉമ്മയെ കാണുന്നത്. ആ ഉമ്മ, നിങ്ങൾ എഴുന്നേറ്റോ? ചോറ് വിളമ്പട്ടെ. നിങ്ങളിന്ന് ഷോപ്പിൽ പോകുന്നുണ്ടോ? ഷംന ചോദിച്ചു. എന്താ ഷംന, അനക്കൊരു വെപ്രാളം? ഷംനയുടെ വെപ്രാളം കണ്ട് ഇത്ത ചോദിച്ചു. ഏയ് ഒന്നുമില്ല ഉമ്മ, ഉമ്മക്ക് തോന്നുന്നതാവും. ഷംന, നമ്മൾ കുറച്ചു മുമ്പ് കൂടിയത് ഇത്താക്കറിയാടി, ആലീസ് ആൻറ്റി പറഞ്ഞു. അത് കേട്ട് ഷംന നെട്ടി. ഷംന, നീ പേടിക്കണ്ട, ഇത്താക്ക് പ്രശ്നമൊന്നുമില്ല. നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഇത്തയോട് പറഞ്ഞു. രണ്ടുപേർക്കും എന്താ പറയേണ്ടതെന്നറിയാതെ ആകെ നാണവും ചമ്മലുമായി നിൽക്കുന്ന കണ്ട് ആലീസ് അവരുടെ നാണം മാറ്റി അവരെ മുഖാമുഖം നിർത്തി എല്ലാം വെട്ടി തുറന്നു പറഞ്ഞു. മോളെ, ഉമ്മയോട് ഒന്നും തോന്നരുത്. ജീവിതത്തിൽ ഇനി ഒരിക്കലും കിട്ടുമെന്ന് വിചാരിക്കാത്തത് കിട്ടിയപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ്, ഇത്ത പറഞ്ഞു. ഉമ്മ, എനിക്ക് മനസ്സിലാവും, ഞാനും ഒരു പെണ്ണല്ലേ, ഷംന പറഞ്ഞു. പിന്നെ മോളെ, ഇതൊരിക്കലും നിസാർ അറിയരുത്. എല്ലുമ്മ, ഉമ്മ പേടിക്കണ്ട, ഇക്കറിയാതെ ഞാൻ നോക്കിക്കോളാം. കണ്ടോ ഇത്ത, എത്രയേ ഉള്ളൂ. ഇനി ഷംനയ്ക്ക് ജോണിൻ്റെ മിടുക്കൊന്ന് അറിയാനുള്ള അവസരം കൊടുത്തൂടെ? ആലീസ് ചോദിച്ചു. മോൾക്ക് അതിനാഗ്രഹമുണ്ടോ? ഇത്ത ഷംനയോട് ചോദിച്ചു. ഷംന ഒന്നും പറയാതെ നാണിച്ച് തല താഴ്ത്തി നിന്നു. ഇനി എന്താ ഇത്ത, ഒന്ന് സമ്മതിച്ചൂടെ? അത് സാഹചര്യം ഒന്ന് ഒത്തുവരുമ്പോൾ ഒരു ദിവസം നോക്കാം, ഇത്ത പറഞ്ഞു. മതി. എന്താ ഷംന, ഇത്തയുടെ സമ്മതം കിട്ടിയില്ലേ? ഇനി കാത്തിരിക്ക്, അതിന് ഒരു രസമുണ്ട്. ഈ ചേച്ചി ചേച്ചി ചില്ലറക്കാരെയല്ല മോളെ. വന്നപ്പോൾ ഞാൻ കരുതിയത് ഒരു പാവാണെന്നാണ്, പക്ഷേ കയ്യിലിരിപ്പിതാണ്, ഇത്ത ഷംനയോട് പറഞ്ഞു. ആഹാ, അത് ശരി. ഇപ്പോൾ ഉമ്മയും മരുമോളും ഒന്നായപ്പോൾ നമ്മൾ പുറത്തല്ലേ? ചേച്ചി പുറത്തൊന്നും അല്ല, ഇനി അകത്താ അല്ലേ ഉമ്മ? ഷംന ചോദിച്ചു. അതെ ആലീസ്, ഇനി ഇവിടെ വിട്ടുപോകരുത്. എന്നും ഞങ്ങളുടെ കൂടെ തന്നെ നീ ഉണ്ടാകണം. ആ, ഞാനെന്നും കൂടെ വേണമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ജോണെന്നും കൂടെ ഉണ്ടാകാൻ വേണ്ടിയല്ലേ? എനിക്കറിയാം. ഓഫ്, ഇവളുടെ ഒരു കാര്യം. ജോണിനെ ഞാൻ പറയാതെ ഇവിടെ വിട്ട് പോകില്ല. നീ ഒന്ന് വിളിച്ചു നോക്ക്, അവൻ വരില്ല. കൊള്ളാം. ഉമ്മ, ചോറ് വിളമ്പട്ടെ. ഉപ്പ ഉറങ്ങാണോ? ഏയ്, ഉറങ്ങുമൊന്നും അല്ല. ഞങ്ങൾ ചെറിയ വഴക്ക് കൂടി, പിന്നെ ഞാൻ മിണ്ടിയിട്ടില്ല. എത്താ, അൻവറയ്ക്കോട് തെറ്റിയോ? ഇങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കാറില്ലെന്നാണല്ലോ ഷംന പറഞ്ഞത്. എന്താ ഉമ്മ, എന്താ പ്രശ്നം? ഷംന ചോദിച്ചു. ഏയ്, പ്രശ്നമൊന്നും ഇല്ല മോളെ. ഈ കിടപ്പിൽ കിടന്നിട്ടും എന്നെ സംശയം. ഉപ്പാക്ക് നിങ്ങളിങ്ങനെ നടക്കുന്നതും അതിനു മുമ്പേ ഇഷ്ടമല്ലല്ലോ. അറിയില്ല, ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും അങ്ങേരുടെ ചില സംസാരം കേൾക്കുമ്പോൾ. ഉമ്മക്ക് ഇപ്പോൾ ഉപ്പയുടെ ഇഷ്ടം കുറഞ്ഞോ? ആ, എങ്ങനെ ഇഷ്ടമുണ്ടാകുക? പ്രവൃത്തി അങ്ങനെയല്ലേ. അതൊന്നും അല്ല. ഇപ്പോൾ ജോണിൻ്റെ കൂടെ അടുപ്പം കൂടിയപ്പോഴാ ഉമ്മാക്ക് ഉപ്പയുടെ വെറുപ്പായി അല്ലേ? അത്
എനിക്കറിയില്ല മോളെ, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണെന്നും എനിക്കറിയില്ല. പക്ഷേ ഒന്നറിയാം, എനിക്കിപ്പോൾ ജോണിനോട് വെറുമൊരു അടുപ്പമല്ലെന്ന്. ഏ എന്താ, നിങ്ങൾ തമ്മിൽ പ്രേമായോ? ഇത് കേട്ട് നിന്ന ആലീസ് ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല. എനിക്കിപ്പോൾ ജോണിൻ്റെ കൂടെയുള്ള സമയമാണ് കൂടുതൽ സന്തോഷം കിട്ടുന്നത്. ഉമ്മ, നിസാറിക്ക ഇതറിഞ്ഞ പ്രശ്നമാകോട്ടോ. ആര്? നിസാറോ? അവൻ ആ റൂമിൽ കിടക്കുന്ന മനുഷ്യൻ്റെ മോനല്ലേ? ജോൺ പറഞ്ഞപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്. എന്ത്? നിന്നോട് ഇതുവരെ അത് പറഞ്ഞില്ലേ? ഉമ്മ, ജോൺ എന്താ ഇക്കയെക്കുറിച്ച് പറഞ്ഞത്? പറ. എടി, അത് അവൻ വീഡിയോ അഡിക്റ്റാണെന്നും ഒറ്റയ്ക്കുള്ള പരിപാടിയാണ് അവൻ്റെ സ്ഥിരം പരിപാടിയെന്നും. ഏ, അത് ജോൺ എങ്ങനെ അറിഞ്ഞു ഇക്ക ഇങ്ങനെയാണെന്ന്? അത് നിസാർ ഇടയ്ക്ക് ജോണിൻ്റെ അടുത്ത് പോകുന്നതും സംസാരിക്കുന്നതും അവൻ്റെ അടുത്തുനിന്ന് വീഡിയോ കിട്ടാൻ വേണ്ടിയാണെന്നും പറഞ്ഞു. അവനോട് എല്ലാം പറയുമെന്നും ജോൺ പറഞ്ഞു. ആ അവനാണോ പ്രശ്നമുണ്ടാക്കുമെന്ന് നീ പറയുന്നത്? ജോൺ പറഞ്ഞത് ശരിയാ ഉമ്മ. ഇക്ക ഞാൻ അടുത്തുണ്ടെങ്കിലും ഫോണിൽ ഓരോ വീഡിയോ കാണുന്നതാണ് താല്പര്യം, ഷംന സങ്കടത്തോടെ പറഞ്ഞു. ഇത്ത ഇനി ജോണിനെ സ്നേഹിക്കുന്നതും എങ്ങനെ ഒരു ബന്ധമുണ്ടെന്നറിഞ്ഞാലും നിസാറിന് കുഴപ്പമുണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ട് എനിക്ക് തോന്നുന്നില്ല, ആലീസ് ആൻറ്റി പറഞ്ഞു. ഇത്ത, നിങ്ങൾക്കിനിയും ജീവിതമുണ്ട്. അത് വെറുതെ ഇങ്ങനെ ജീവിച്ച് തീർക്കണോ? ജോണിന് നിങ്ങളെ ഇഷ്ടമുണ്ടെന്ന് എനിക്കിപ്പോൾ ഉറപ്പാണ്. നിങ്ങൾക്കെങ്ങനെ അവനോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്കങ്ങ് ഒരുമിച്ച് ജീവിച്ചൂടെ? കുറച്ച് ദിവസമായി എൻ്റെ മനസ്സിലും ഇങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിക്കുന്നു. പക്ഷേ ഞാൻ ഒരാളുടെ ഭാര്യയാണ്, 2 കുട്ടികളുടെ ഉമ്മയാണ് എന്നോർക്കുമ്പോൾ ഇനി ഈ പ്രായത്തിൽ എന്തിന് ഒരു തിരിച്ചുവരവ് എന്ന ചോദ്യമാണ് വരുന്നത്. ഈ പറഞ്ഞവർ നിങ്ങൾക്ക് വേണ്ടി എല്ലാം നൽകുമോ? അതിന് നിങ്ങളെ മനസ്സിലാക്കുമോ? എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരാൺകുട്ടി വേണം. ജോണിനെ അതിനെക്കൊണ്ട് പറ്റൂ. ചേച്ചി, ഉമ്മക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നത്? ഷംന ചോദിച്ചു. ഭർത്താവ് ജയിക്കുമ്പോൾ എങ്ങനെയാടി ഞാൻ മറ്റൊരാളെ സ്വീകരിക്കുക? ഇത്ത ചോദിച്ചു. ഉമ്മ എന്തായി പറയുന്നേ? അപ്പോൾ ഉമ്മാക്ക് ജോണിൻ്റെ ഭാര്യയാകാൻ ആഗ്രഹമുണ്ടോ? മോളെ ഷംനെ, കാര്യം നിൻ്റെ കെട്ടിയവൻ്റെ ഉമ്മയാണ് ഇത്ത. എന്നേക്കാൾ കൂടുതൽ ഇത്തി നിനക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ ഇത്തിയുടെ മനസ്സിലിപ്പോൾ എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയൂ, ആലീസ് ആൻറ്റി പറഞ്ഞു. ഉമ്മാക്ക് ഉപ്പാൻ അത്ര വെറുത്തോ? എന്താ ഉമ്മ നിങ്ങളൊന്നും പറയാത്തത്? ചേച്ചി പറഞ്ഞതൊക്കെ ശരിയാണോ? ഷംന അവരോട് ചോദിച്ചു. അത് എനിക്കറിയില്ല മോളെ. ജോൺ ചെറുപ്പമാണ്, എന്നേക്കാൾ 12 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അവനെന്നെ ഇഷ്ടമാണ്, എനിക്ക് തിരിച്ചും. അങ്ങനെ തന്നെയാണ് അവൻ്റെ സ്നേഹം. അതുകൊണ്ട് എനിക്കത് വേണ്ടെന്ന് വെക്കാൻ പറ്റുന്നില്ല. എന്നാൽ പിന്നെ ഇത്ത അൻവറയ്ക്ക് ഡിവോഴ്സ് ചെയ്താൽ പോരെ? ആലീസ് അവസരം മുതലെടുത്ത് ചോദിച്ചു. അത് അയാൾ അറിയില്ലേ? അറിയാതെ നോക്കണം. നിങ്ങളിപ്പോൾ ബിസിനസ് ആവശ്യത്തിന് ഇക്കയെ കൊണ്ട് ഒപ്പിടിയിക്കുന്നത് പോലെ സംശയം വരാതെ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പുകിട്ടിയ പിന്നെ എളുപ്പമല്ലേ? ആലീസ് പറഞ്ഞു. അത് പിടിക്കപ്പെട്ടാൽ അതല്ലാതെ വേറൊരു വഴിയുമില്ല. ഉമ്മ, നിങ്ങൾ ശരിക്കും തീരുമാനിച്ചോ അപ്പോൾ ജോണിൻ്റെ കൂടെ ജീവിക്കാൻ? അതേ മോളെ, ഇനി ഉമ്മാൻ്റെ കൂടെ നീയുണ്ടാകില്ലേ? ഷംന ഒന്നും പറയാതെ ആയപ്പോൾ ആലീസ്, എന്താ ഷംന, നീ കൂടെ നിൽക്കില്ലേ? നിസാറിനെ പേടിച്ചിട്ടാണോ നീ ഇപ്പോൾ ഒഴിഞ്ഞു മാറുന്നത്? അത് നിസാറിനേക്കാൾ എന്നെ മനസ്സിലാക്കിയ ഉമ്മയുടെ കൂടെ ഞാൻ നിന്നില്ലെങ്കിൽ പിന്നെ ആരും നിൽക്കാനോ ഉമ്മ? നിങ്ങൾക്ക് ഇഷ്ടമെന്താണ് അത് ചെയ്തോ, ഞാൻ എന്തിനും കൂടെയുണ്ട്, ഷംന പറഞ്ഞു. എത്താ, ഇനി എന്താ പ്രശ്നം? ആലീസ് ചോദിച്ചു. അതെ, ആലീസ് പറഞ്ഞതുപോലെ ഡിവോഴ്സ് ചെയ്യുന്നതിന് വേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാം. ഇക്കയുടെ ഒപ്പ്, അതാണ് കുറച്ച് പ്രശ്നം. സംശയം വരാതെ അത് വാങ്ങുന്നവരെ ഒരു സമാധാനവുമില്ല. അല്ല, ഒരു വക്കീലിനെ കാണേണ്ടി വരും. പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. എന്നാൽ ആരും അറിയില്ല, ഷംന പറഞ്ഞു. ആ, അത് ഷംനമ്പോൾ പറഞ്ഞത് ശരിയാ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇത്ത? അതിപ്പോൾ ഒരാളുണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണ്. അവളോട് പറഞ്ഞാൽ അത് നടക്കും. ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാകില്ല, നേരിട്ട് പറയണം. എവിടെയുള്ളതാ ഫ്രണ്ട്? അടുത്താണെങ്കിൽ
ഇന്ന് പോയി കാര്യം പറഞ്ഞൂടെ? ആലീസ് ചോദിച്ചു. കൊച്ചിയിൽ അവളുടെ ബ്യൂട്ടി സലൂൺ ഉണ്ട്, അവിടെ പോയാലേ കാണാൻ പറ്റൂ. ഞാൻ നോക്കട്ടെ. ഇന്ന് വൈകുന്നേരം എന്തായാലും ഷോപ്പിൽ പോകുന്നുണ്ടല്ലോ, അപ്പോൾ അവളെയും ഒന്ന് പോയി കാണണം. മോളെ ഷംന, നിനക്ക് ഉമ്മയോട് വെറുപ്പുണ്ടോ? പിന്നെ ഈ കാര്യം ഒരിക്കലും നിസാർ അറിയരുത്. ഏയ് ഇല്ലുമ്മ, എനിക്കറിയാം ഉമ്മാൻ്റെ അവസ്ഥ. നിസാർക്ക് അറിയാതെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ സമയം ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞു. ചോറും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്ന ആൻസിത്ത പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. അത് കേട്ട് ഞാൻ പറഞ്ഞു, ആഹാ ആൻറ്റി ഹാപ്പി ആയോ? ആൻറ്റിനെ അച്ചായൻ മുകളിലിരുന്ന് എല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. അതേടാ ജോൺ, ഒരുപാട് നന്ദി. നീ ഉള്ളതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഇത്ര എളുപ്പത്തിലായത്. ഇനി എത്രയും പെട്ടെന്ന് അൻവറയ്ക്കുമായുള്ള വിവാഹബന്ധം വേർപെടുത്തി ഇത്തയെ എൻ്റേതാക്കി എടുക്കണം, അല്ലേ ആൻറ്റി? ആടാ, അവരെ കിട്ടിയ എന്നെ മറക്കരുത് കേട്ടോ. ആൻറ്റിയെ ഞാൻ മറക്കുമോ? നിങ്ങൾ കാരണമല്ലേ എനിക്കതെല്ലാം കിട്ടിയത്. പാവം ഷംന, അവൾക്ക് നിന്നോട് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ഇനി അത് നടക്കില്ലല്ലോ. അവളിപ്പോഴും ഒരാഗ്രഹമായി എൻ്റെ ഉള്ളിലുണ്ട് ആൻറ്റി. അത് ഇത്തയെ കൊണ്ട് ഞാൻ പൂർത്തീകരിക്കും. ഞാൻ പറഞ്ഞു, അപ്പോൾ ഉപ്പാനേക്കാൾ നഷ്ടം മകനാകും. ഉമ്മയും ഭാര്യയും അവനെ ചതിക്കല്ലേ. അവൻ്റെ വിഷമം തീർക്കാൻ ഒരു വഴിയുണ്ട് ആൻറ്റി. അതെന്താ? ആൻറ്റി അവനെ ഒന്ന് നോക്ക്, എന്നിട്ട് അവനോട് അടുക്ക്. അപ്പോൾ അൻവർക്ക് അച്ചാനെ ചതിച്ച് നേടിയ സ്വത്തെല്ലാം നിങ്ങൾക്കും കിട്ടും. അയാളുടെ സ്വത്ത് അയാളുടെ ഭാര്യയുടെയും മകൻ്റെയും പേരിലാണെന്ന് അറിഞ്ഞല്ലോ. ആ ശരിയാണല്ലോ, എനിക്കെന്താ ഈ ബുദ്ധി നേരത്തെ വരാനത്? ഇനി നിസാറിൻ്റെ കാര്യം ഞാൻ ഏറ്റടാ. അവനെ വരുതിയിലാക്കാൻ ഒരു വഴിയേ ഉള്ളൂ. നിങ്ങൾ കൂടുതൽ അടിപൊളിയാകുക, ഒന്ന് ഒരുങ്ങി നടക്കുക. ആടാ, അതൊക്കെ ഞാൻ ചെയ്തോളാം. ഇതാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ കാരണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഡാ. ഞാൻ ചെല്ലട്ടെ. നീ കഴിച്ചിട്ട് ഡ്രസ്സ് മാറി വാ, ഇത്താക്ക് ഷോപ്പിൽ പോകാനുണ്ട്. ആ, ഇത്തേനെ വിളിച്ചിരുന്നു, കൊച്ചിയിൽ പോകുന്നുണ്ട്. കുറച്ച് നേരത്തെ റെഡിയായി നിൽക്കാൻ പറഞ്ഞിരുന്നു. ഓ, നിങ്ങളിപ്പോൾ ഫോണിൽ വിളിച്ച് സംസാരമൊക്കെ ഉണ്ടല്ലേ? ഞാനത് അറിഞ്ഞില്ല. എന്താ ആൻറ്റി, എന്നെ കളിയാക്കാണോ? അല്ലടാ, നിനക്ക് അവരോട് ഒരുപാട് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, ആലീസ് ആൻറ്റി പറഞ്ഞു. ആ, ഇത്ത പാവാണ്. അൻവർക്ക് കാര്യമായി അവർക്കൊന്നും കൊടുത്തിട്ടില്ല. അതിന് പലിശ സഹിതം ഇപ്പോൾ നീ കൊടുക്കുന്നുണ്ടല്ലോ. ഇത്ത പറയുന്നത് അയാൾക്ക് സ്വയം എന്തെങ്കിലും ഒപ്പിക്കണമെങ്കിലും ഒന്ന് തെറാപ്പി ചെയ്യാനാണ്. ആ, അത് ശരിയാ. അയാൾ ഭാര്യൻ്റെ മാറ്റങ്ങൾ കണ്ട് അവിടെ കിടക്കട്ടെ. നിങ്ങൾക്കും അതാണ് ആഗ്രഹമെങ്കിൽ അത് ഞാൻ ഏറ്റു. വീട്ടിൽ കയറി വരുമ്പോൾ ആലീസ് എല്ലാം മൂർത്ത് ചിരിപൊട്ടുന്ന ശബ്ദം പുറത്തേക്ക് വന്നു. അത് കേട്ട് ഷംന ചോദിച്ചു, എന്താ ചേച്ചി ഒറ്റയ്ക്ക് ചിരിക്കുന്നത്? ഒന്നുമില്ല, ഓരോന്നോർത്തപ്പോൾ അറിയാതെ ചിരി വന്നതാ. അവൻ ഒരുപാട് സന്തോഷത്തിലാണ്. ഞാനെല്ലാം അവനോട് പറഞ്ഞു. എന്നാലും നിങ്ങൾ ഉമ്മയെ ഇങ്ങനെ മാറ്റുമെന്ന് ഞാൻ കരുതിയില്ല. എങ്ങനെ? ആര് മാറ്റി? ഞാൻ പറയുന്നില്ല. അവർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ നീ ഇത്തയുടെ റൂമിൽ കയറി ചെയ്തത് ഞാൻ കണ്ടത് നീ മറന്നോ? അത് കണ്ടതുകൊണ്ടല്ലേ നിൻ്റെ ഉള്ളിലിരിപ്പ് എനിക്ക് മനസ്സിലായത്. എന്നാലും നീ നിസാറിൻ്റെ കൂട്ടുകാരൻ അഫ്സലുമായി രഹസ്യബന്ധം പിടിക്കാതിരിക്കാൻ ഇത്തയുടെ മനസ്സിലേക്ക് മോഹങ്ങളിട്ട് കൊടുത്തത് നല്ല രീതിയിൽ തന്നെയാണ്. അവരെ പുകഴ്ത്തി പറഞ്ഞ് നീ അഫ്സലിന് അവസരമുണ്ടാക്കിയ കള്ളിയ. പാവിത്ത ഇതൊന്നും അറിയുന്നില്ല. അത് പിന്നെ ചേച്ചി, ഏത് നേരം വീഡിയോ കൊണ്ട് സ്വയം സന്തോഷം കാണുന്ന എൻ്റെ കെട്ടിയ ഞാനൊരു മോഡേൺ ഡ്രസ്സിട്ട് ഒന്നൊരുങ്ങിയാൽ പറയും എൻ്റെ ഉമ്മ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നെന്ന്. കേട്ട് കേട്ട് ഞാൻ മടുത്തു. അപ്പോഴാണ് ഇക്കാൻ്റെ കൂടെ വീട്ടിലേക്ക് അഫ്സൽ വന്നത്. അവനെ കണ്ടപ്പോഴുള്ള ആ നോട്ടവും ചുറ്റിക്കളിയും കണ്ടപ്പോൾ ഞാനന്ന് കണ്ണ് കാണിച്ചു. അവൻ പിന്നെ ഓരോ കാരണം പറഞ്ഞ് വീട്ടിൽ വരാൻ തുടങ്ങി. പിടിക്കപ്പെടാതിരിക്കാൻ എനിക്ക് വേറെ മാർഗമൊന്നും ഇല്ലായിരുന്നു. അവൻ പിന്നെ വരാതെയായപ്പോൾ ഞാനിനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഉപ്പാക്ക് അപകടം പറ്റുന്നതും നിങ്ങൾ വരുന്നതും. ഓ, അപ്പോൾ നിനക്ക് എങ്ങനെയാണ് ഞാൻ മിഥ്യയുമായി ഇങ്ങനെയൊക്കെ ഉള്ളത് മനസ്സിലായത്?
ആൻറ്റി ചോദിച്ചു. അത് എനിക്കൊരു സംശയം മാത്രം ഉണ്ടായിരുന്നു. അത് ഉറപ്പ് വരുത്താൻ ഇക്ക ഉറങ്ങിയ ശേഷം ഞാൻ താഴേക്ക് വന്ന് നോക്കി. അപ്പോഴല്ലേ നിങ്ങളും ഉമ്മയും തകർത്താടുന്നത് ഞാൻ കണ്ടത്. ഞാൻ നിങ്ങൾ അന്ന് കിച്ചണിൽ വെച്ച് കാണിച്ചു കൂട്ടുന്നത് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അന്നു മുതൽ ഉമ്മാനെ കാണുമ്പോൾ എനിക്കും തോന്നി. പിന്നെ ചേച്ചി ഓരോന്നും പറഞ്ഞും കാണിച്ചും എന്നെ കൂടുതൽ ആഗ്രഹിപ്പിച്ചു. എന്തായാലും നിൻ്റെ ഏതാഗ്രഹവും ചേച്ചി എന്നെ സഹായിച്ചു തരും. ജോണിനെ ഒന്ന് വേണ്ട രീതിയിൽ കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പിന്നെയാണിത്, ഷംന സങ്കടത്തോടെ പറഞ്ഞു. അല്ലടി, അത് നടക്കും. ആദ്യം ഇത്തിയുടെ കാര്യങ്ങളും നടക്കട്ടെ. ചേച്ചി, എനിക്ക് ഉമ്മ ജോണിൻ്റെ ഭാര്യയായി നിസാറിൻ്റെ മുന്നിലൂടെ നടക്കുന്നത് കാണണം, ഷംന പറഞ്ഞു. അവൻ്റെ ഉപ്പ കൊടുക്കാത്തതെല്ലാം ജോണിൽ നിന്നും കിട്ടുന്നത് അവൻ അറിയണം. എന്താണ് രണ്ടും കൂടി പറയുന്നത്? കുറച്ച് നേരമായല്ലോ, എന്താ കാര്യം? അങ്ങോട്ട് വന്ന ആൻസിത്ത് ചോദിച്ചു. ഏയ് ഒന്നുമില്ല ഉമ്മ, ഈ ചേച്ചി ഓരോ കഥകൾ പറയായിരുന്നു. എന്താ ആലീസ്, ആരുടെ കഥയാണ് നീ ഇവളോട് പറയുന്നത്? അല്ല, ഞാൻ ജോണിനെ കുറിച്ച് പറയായിരുന്നു. എന്താണ്, ഞാൻ അറിയാത്ത വല്ലതുമാണോ? ഓ, ഇപ്പം എന്നേക്കാൾ കൂടുതൽ അവനെ അറിയുന്നത് നിങ്ങൾക്കല്ലേ? അതല്ല, ഷോപ്പിൽ പോകാൻ ഇത്ര താമസം എടുക്കുന്നത് ഒരുങ്ങാൻ? എന്താടി, നിനക്കെന്നോട് അസൂയുണ്ടോ? നിൻ്റെ ചെക്കനെ ഞാൻ തട്ടിയെടുത്തതിൽ? നിങ്ങൾ എടുത്തോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ല, നീ ജോണിൻ്റെ അടുത്ത് പോയപ്പോൾ എല്ലാം പറഞ്ഞോ? ആ, പറഞ്ഞെത്താ, അവന് സന്തോഷമുള്ള കാര്യം അത്. എന്ത് കാര്യം അറിഞ്ഞാലും പെട്ടെന്ന് തന്നെ നീ അവനെ അറിയിക്കുമല്ലേ? ആ ഇത്ത, അത് പിന്നെ ഞങ്ങൾ അങ്ങനെയാണ്. ശരി, ഞാൻ പോയിട്ട് വരാം. നിങ്ങൾ രണ്ടാളും കൂടി ഇവിടെ കിടന്ന് ഓരോന്നൊപ്പിക്കുന്നതൊക്കെ കൊള്ളാം. റൂമിലുള്ള മനുഷ്യനെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. എനിക്ക് വേണ്ടെങ്കിലും എൻ്റെ കുട്ടികളുടെ തന്തയാണ്. ഷംന, നീ ഇത്ത പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയോ? മോൻ്റെ ഭാര്യയ്ക്ക് എല്ലാം കൊടുക്കുന്നതിനുള്ള ഗ്രീൻ സിഗ്നലാണ് തന്നത്. അത് കേട്ടതും ഷംന നാണിച്ച് ചിരിച്ചു. ശരി ഇത്ത, എന്നാൽ പോയി വാ. അങ്ങനെ കാർ സ്റ്റാർട്ട് ചെയ്ത് ഇത്തേക്കാത്തിരിക്കുമ്പോഴാണ് ഡോർ തുറന്ന് ആൻസിയ പുറത്തേക്ക് വന്നത്. ഞാൻ മുന്നിലെ ഡോർ തുറന്നു കൊടുത്തു. ഇത്ത കയറിയിരുന്ന് കാർ ഗേറ്റ് കിടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ചോദിച്ചു, ആൻസിയ, ഞാൻ കേട്ടത് സത്യമാണോ? എന്താടാ? എൻ്റെ സ്വന്തമാകാൻ നിങ്ങളൊക്കെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ കേട്ടത്. നീയല്ലേ എന്ന് പറഞ്ഞത് എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന്, ഇക്കാൻ ഉപേക്ഷിച്ച് കൂടെ ജീവിക്കാൻ. എന്നിട്ട് രാവിലെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അത് പെട്ടെന്ന് നിന്നോട് എങ്ങനെ പറയാ? എനിക്ക് പ്രായമുണ്ട്, നീ ചെറുപ്പാണ്, കുട്ടിക്കളിയല്ല. ഭർത്താവിനെ ചതിച്ച് ഞാൻ നിൻ്റേതാവുമ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. എത്താ, എൻ്റെ അടുത്തിരിക്കെ, ഇനി എന്തിനാ ഈ അകലം? നിങ്ങൾക്ക് പ്രായമുണ്ടെന്ന് നിങ്ങൾ പറയുന്നതല്ലാതെ ഒരിക്കലും തോന്നില്ല. അത്ര സുന്ദരിയാ. ഒരു 27-30, അതിൽ കൂടുതൽ കൂടില്ല. നിങ്ങളെ കിട്ടിയ ഞാൻ എത്ര ഭാഗ്യവാനാണ്. നിങ്ങളെ എത്ര ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാവും, അതെനിക്കറിയാം. ഞാൻ കാണാറുള്ളതല്ലേ നിങ്ങളെ ആളുകൾ നോക്കുന്നത്. എന്താ, എൻ്റെ ഈ ഉമ്മച്ചി പെണ്ണിന് ഈ ഇച്ചായൻ്റെ പെണ്ണാകാൻ സമ്മതമാണോ? ഇത്ത ഒന്ന് മൂളി. എങ്ങനെ മൂളിയാൽ പോരാ, വാതുറന്ന് പറ. ഈ തെമ്മാടിയുടെ ബീവിയാകാൻ എനിക്ക് സമ്മതമാണ്, ഇത്ത പറഞ്ഞു. ആണോ? എന്നാ എനിക്ക് വല്ലതും താ. ജോൺ, നീ എന്നെ മടുത്തുപേക്ഷിക്കരുത്. എനിക്ക് നിന്നെ അത്ര ഇഷ്ടമാണ്. ഇനി എൻ്റേതെല്ലാം നിനക്കുള്ളതാണ്. ഞാൻ ഇത്തിയുടെ കൈ കോർത്തു. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് കാട്ടിക്കൂട്ടി കൊച്ചിയിൽ പെട്ടെന്നെത്തി. സമയം പോയതുപോലും ഞങ്ങൾ അറിഞ്ഞില്ല. മാളിൻ്റെ അകത്തേക്ക് ഇത്ത മുന്നിലും ഞാൻ തൊട്ട് പിറകിലുമായി കയറി. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളും ഷോപ്പിങ്ങിന് വന്നവരും ഒരുപോലെ ഇത്തയെ നോക്കി കണ്ണു മിടിച്ച് നോക്കുന്ന കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നി. എല്ലാവരും നോക്കുന്ന ഇത്ത എനിക്കുള്ളതാണെന്ന് ഓർത്തപ്പോൾ സന്തോഷത്തിന് അളവില്ലായിരുന്നു. ഓഫീസിൽ കയറി ഇരുന്ന ഇത്ത മുന്നിലെ ടേബിളിലെ ബെല്ലിൽ നെക്കി. അപ്പോൾ മാനേജർ ഷെരീഫിക്ക അങ്ങോട്ട് വന്നു. യെസ് മാം, എന്താ വിളിച്ചത്? അയാൾ ചോദിച്ചു. എന്തായി ഷോപ്പിലെ കാര്യങ്ങൾ? എന്താ രാവിലെ കളക്ഷനുണ്ടോ? ഫയൽ കൊണ്ടുവാ. പിന്നെ നിസാറിനോട് ഒന്ന് വരാൻ പറ. എല്ലാത്തിനും ഉത്തരം നൽകി അവിടുന്ന് പോകുമ്പോൾ എന്നെ നോക്കി ഷെരീഫ് ഒന്ന് പുഞ്ചിരിച്ചു. ജോൺ,
എന്താ ഇങ്ങനെ നോക്കുന്നേ? ഇത്ത ചോദിച്ചു. അയാളോട് ഇങ്ങനെ ഗൗരവത്തിൽ ഓരോന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മുന്നേ എന്നോട് ഇത്ത കാണിച്ചതാണ് ഓർമ്മ വരുന്നത്. ഓ, ഒരു ഓണറാകുമ്പോൾ ഇങ്ങനെ നിന്നില്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് കരുതി അവരോട് ആർക്കും എന്നോട് ദേഷ്യമൊന്നും ഉണ്ടാകില്ല. ഇവിടെ നിറങ്ങിയാൽ ഞാൻ അവരോട് അങ്ങനെയാണ് ഇടപെടുന്നത്. എന്നിട്ട് എന്നോടങ്ങനെ ആയിരുന്നില്ലല്ലോ? ഞാൻ ചോദിച്ചു. എടാ, എന്നിട്ടിപ്പോൾ നീ പറയുന്നതല്ലേ ഞാൻ അനുസരിക്കുന്നത്? അത് എൻ്റെ മിടുക്ക്. ആ, അതെനിക്ക് മനസ്സിലായി. നിസാർ ഇപ്പോൾ വരും. നീ കുറച്ച് അങ്ങോട്ട് മാറി നിൽക്ക്. നിങ്ങളെ ഇന്ന് കാണുമ്പോൾ എന്താ അവസ്ഥയെന്ന് നോക്കണം. അന്നവൻ്റെ ആൾ തലപൊക്കിയത് ഞാൻ മാത്രമാണ് കണ്ടത്. എടാ, സത്യമാണോ? എൻ്റെ മോൻ ഇത്രയ്ക്ക് മോശമാണോ? നിങ്ങളുടെ മോൻ അങ്ങനെയുള്ളത് ഓരോന്നല്ലേ കണ്ടുകൂട്ടുന്നത്. പാവം ഷബ്ന, അവളിത് എങ്ങനെ സഹിക്കും? അവളുടെ ഒരവസ്ഥ. ജോൺ, എൻ്റെ വേഷം എങ്ങനെയുണ്ട്? കൊള്ളാവോ? ആ, നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് ഈ സാരി. വെറുതെ അല്ല, ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാം തുറന്ന് നിൽക്കുന്നത്, ആൻസിയ ഒരു ചിരിയോടെ പറഞ്ഞു. അപ്പോൾ നിസാർ എങ്ങനെ നോക്കും? അവൻ പോകുമ്പോൾ താഴ്ത്തി വെക്കാൻ പാടുപെടും. ഡാ, എൻ്റെ മോൻ നിസാറിൻ്റെ കാര്യം തന്നെയാണോ നീ പറയുന്നത്? ഞാനോ ഷംനയോ ഒരു അടിപൊളി ഡ്രസ്സിട്ടാൽ ഇഷ്ടപ്പെടാത്തവൻ ഇങ്ങനൊരു മുഖമുണ്ടെന്ന് എനിക്ക് വിശ്വാസം വരുന്നില്ലടാ. ആയിത്ത, അതാണ് സത്യം. നിങ്ങളിന്ന് അവൻ വന്നാൽ അറിയാതെ ഒന്ന് ശ്രദ്ധിക്ക്. നീ ഇതിനെക്കുറിച്ച് ഒന്നും പറയല്ലേ, അവൻ വല്ലതും കേട്ട് വരും. പറഞ്ഞ് തീരും മുമ്പേ ഡോർ തുറന്ന് നിസാർ ഓഫീസിനകത്തേക്ക് വന്നു. ഇത്തയെ നോക്കി, പിന്നെ എന്നെ നോക്കി ഒരു ചിരിയും ചിരിച്ചു.